അസ്സലാമു അലൈക്കും. ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ രാത്രി ഉള്ളി തൊലിച്ചാണ്. അപ്പോൾ രാവിലേക്കുള്ള ഉള്ളി തൊലിച്ച് വെക്കലാണ്. തൊലിച്ച് വെട്ടി വെക്കാമെന്ന് പിന്നെ നമുക്ക് പൊലിച്ചൊക്കെ പണി തുടങ്ങാമല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടി ഞങ്ങൾ തറാവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുങ്ങാനാണ്. എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഇന്നൊന്നും ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ രാത്രി അധികം വീഡിയോ എടുക്കലില്ല. അപ്പോൾ രാത്രിയത്തെ വീഡിയോ ഒന്നും എടുത്തു നോക്കി, അതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ എടുത്ത് കാണിച്ചാൽ എഴുതിയിട്ട്. അപ്പോൾ രാത്രി നമ്മൾ പണി ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ കഴിച്ച് വെച്ചാൽ രാവിലെ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ രാവിലെ നമുക്ക് തുടങ്ങിയാൽ പിന്നെ സമയം കിട്ടില്ല. സമയം ഭയങ്കര വിഷയമാണ്. കാരണം ഒക്കെ ഈ സമയം കൂടുന്ന ജോലികളാണ്. കാരണം സമൂസ പിന്നെ മസാല ഉണ്ടാക്കി ചുറ്റി വെക്കുമ്പോൾ ടൈം കൂടുക. 200 സമൂസ പിന്നെ കട്ട്ലേറ്റ് ഇതൊക്കെ സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. പൊക്കോടൊക്കെ ഇതിൽ നേക്കലിട്ട് ലെവലാക്കി എടുക്കണേ കുറച്ച് പണിയുണ്ട്. എല്ലാവർക്കും അറിയണത് തന്നെ. പക്ഷെ എന്നാലും സമയം നമുക്ക് വിഷയമാണ്. സമയമുണ്ട് വിഷയമല്ല. നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ 4 മണിയാകുമ്പോൾ എല്ലാ പരിപാടിയും കഴിയണം. ഇവിടുന്ന് കഴിഞ്ഞ് നേരാണ് പോകാനാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വണ്ടിയിലാക്കിയാണ് പോകാനാണ്. ആ ഒരു വിഷയമാണ്. പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വിശേഷം സുഖം തന്നെയല്ലേ? നമ്മളിവിടെ തന്നെയൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ വീഡിയോ ഈ നോൽമ്പായതുകൊണ്ട് കുറച്ച് പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ രാവിലെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ജോലി തിരക്കിൻ്റെ അടികൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ഒരു കുറഞ്ഞ ഫ്രീ ഉള്ള ടൈമാണല്ലോ. ഇപ്പം ഉറങ്ങിയ ടൈമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഫ്രീഡം ഉണ്ടാവും. കാരണം രാവിലെ തൊട്ട് നമ്മൾ പണി തുടങ്ങിയാൽ നമുക്ക് എപ്പോൾ തീർക്കാൻ ഇതുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ നേരം വെക്കാൻ സമയമുണ്ട്. അതിനിടയിൽ നമ്മൾ കുറച്ച് ഉള്ളി തൊലിച്ച് 2 മണിക്കൂർ പണിയെടുത്താൽ നാളെ രാവിലെ നമുക്ക് അത്രയും അസുഖം കിട്ടും. അങ്ങനെ ഒന്ന് രാത്രി ഒരുങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ ഉള്ളി നമ്മൾ പിന്നെ ക്ലീനാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഉള്ളി ക്ലീനാക്കലും വെട്ടലെന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടിയിലാണ്. ഇതൊക്കെ കഴിച്ച് വെച്ചാൽ നമുക്ക് രാവിലത്തെ സമയം കിട്ടും. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ വെട്ടിയാണ് നല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടും. രാവിലെ നമ്മൾ ഉറക്കഭ്രാന്തിൽ എന്നാണെന്നൊന്നും കഴിയില്ല. അങ്ങനെ പരിപാടിയിൽ ഉള്ളി വെട്ടിയിട്ടാണ്. എന്താ അധികമൊന്നുമില്ല, 1 കിലോ ഉള്ളിയുള്ളൂ. എന്നാലും ഉള്ളിക്കുള്ളി തന്നെ വേണ്ടേ. കേബേജിനെ കുറച്ച് ഉപയോഗിക്കലുള്ളൂ. നമ്മൾ ഉള്ളിനെ കൂടുതൽ ഉപയോഗിക്കൽ. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഫ്രിഡ്ജ് കൊണ്ടാക്കാൻ പോവാണ്. പിന്നെ കേങ്ങ് പോയി വെച്ചിരിക്കുന്നു. അതിന് വേണമെങ്കിൽ കഴിച്ചിരിക്കുന്നു. മറ്റേ കുറച്ച് ക്യാരറ്റ് എന്നൊക്കെ കട്ട് ചെയ്തുകൊണ്ട് കണ്ട് ഇപ്പോൾ സമൂസക്കില്ല. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ദിവസം കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ്, മറന്ന് കൊടുക്കുക. അപ്പോൾ ഉള്ളി തൊലിച്ചൽ കഴിഞ്ഞിട്ട് കുട്ടികളെ അത് നമ്മൾ ബാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ട് ഉള്ളി തൊലിച്ച് വെച്ചാൽ അത് ഉള്ളി കണക്കിലാണ് നാളെ വിട്ടുള്ളൂ. അപ്പോൾ ഇട്ടേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ രാവിലെ പരിപാടി തുടങ്ങും. ആക്ഷൻ കട്ട് സ്റ്റാർട്ട്. വേസ്റ്റ് ഇടാവുന്ന സുഖമാണ്. തെങ്ങൂജന അടുത്തായതുകൊണ്ടേ വെള്ളം ചിന്താനൊക്കെ ഉണ്ടാവും. വാഷ് ബേസിനൊക്കെ അടുത്തായതുകൊണ്ട് നമുക്ക് വെള്ളം ഓപ്പണാക്കിയാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പൈപ്പാണ്. ഇന്നാണ് ചോദിച്ചാൽ വാഷ് ബേസ് ഉറപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. രണ്ടാണ് അവിടെ വെച്ചാൽ തെങ്ങും നിർപ്പതി നമുക്ക് നിർപ്പതിയായി ആകെ നിർപ്പതി. ഇങ്ങനെ സൗകര്യത്തിലേക്ക് വെച്ചാൽ ആദ്യമായിട്ട് കാണിക്കാറുണ്ടായിരുന്നു. കാരണം തെങ്ങൂജ എടുത്തിട്ടാണ് അങ്ങനെ സുഖമുണ്ട്. പൈപ്പ് കൂടി വേണ്ട. പൈപ്പ് അടിയിൽ പൈപ്പ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നേരെ ചേരിച്ചാൽ വെള്ളം റെഡി. തെങ്ങും ഹാപ്പി, നമ്മളും ഹാപ്പി. ഓക്കെ. ചെമ്പ് കേക്ക്, വട്ടച്ചെമ്പ് കേക്ക്, ഇത് കുക്കർ കേക്കാണ്. കുട്ടികളൊക്കെ വാവിറങ്ങി കേട്ടോ. ഞങ്ങൾ വാവിറങ്ങാൻ പോകുള്ളൂ. അവർക്കിപ്പോൾ ഒന്നും അറിയണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആരോഗ്യം ഉണ്ടായാൽ മതി. വേറെ പണിയൊന്നുമില്ല. പണ്ടൊന്നും വിഷയമല്ല. ദീർഘായുസ്സും ആരോഗ്യം തന്നാൽ മതി പഠിച്ചോന്ന്. ഓക്കെ. എല്ലാവർക്കും തരട്ടെ. എത്ര അർത്ഥാണ് കിടന്നുറങ്ങല്ലേ? ഞങ്ങൾക്കിങ്ങനെ പണി കാണാം. നമ്മൾ വല്ല എല്ലോ എന്തെങ്കിലും കൊടുക്കണോക്കാണ്. കോഴിയൊക്കെ ഉപയോഗിക്കണമല്ലേ. അപ്പോൾ എല്ലാം കണ്ടാൽ നിന്ന് നിൽക്കുകയാണ്. എന്നാൽ കിച്ചനോട്ട് വാടാ കൊച്ചേ. ഇവിടെ ബാക്ക് വാട്ടാ കിച്ചൻ്റെ അടുക്ക്. ഓക്കെ. അങ്ങോട്ട് വാ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ പോച്ചാൽ. ഞങ്ങളെ കിച്ചൻ്റെ അപ്പുറത്ത് നമ്മളെ വീടിൻ്റെ കിച്ചൻ്റെ അടുക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ എന്നാലും എല്ലോ ഓല കണ്ടേ കിട്ടുള്ളൂ. അങ്ങോട്ട് വാട്ടെ കിച്ചണിക്ക് കേട്ടോ. ഓക്കെ. നമ്മൾ വാതിലടിച്ച് പോകുമ്പോൾ അത് പോയി കിടക്കും. ഇപ്പം നമ്മളങ്ങനെ ചുറ്റുപറ്റി നമ്മളവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഇനി നമ്മൾ അടക്കാൻ നേരത്തായ വേസ്റ്റും എല്ലും എന്നൊക്കെ ഇട്ട് കൊടുക്കുന്ന നിൽക്കുകയാണ്. നമ്മൾ വാര അടിച്ചാവും പോയി കിടന്നുറങ്ങും. അത് കേട്ടോ. വന്നു ഇപ്പോൾ തരട്ടോ, നോക്കട്ടെ എല്ലെന്തെങ്കിലും ഉണ്ടാവട്ടെ കേട്ടോ. തരാൻ പറ്റുന്നില്ലടാ, നോക്കട്ടെടാ. സമൂസക്കും വേണ്ടി നമ്മൾ പട്ടണക്കാട്ടിലേ വെള്ളത്തിലിട്ട് വെച്ചാണ് രാവിലെ പുഴുങ്ങും. അത് നമ്മളതൊരു വെറൈറ്റി സമൂസ കയറും. ചിക്കനും ഇതൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പച്ചക്കറിയൊക്കെ ഉണ്ടാവും. അങ്ങനെ വിട്ട് ടേസ്റ്റ് ഉണ്ടാക്കി കടിക്കാൻ കിട്ടും ചെയ്യും. അങ്ങനത്തെ സമൂസ കടിക്കാൻ കിട്ടില്ല എന്ന് പരാതി ഉണ്ട്. അങ്ങനെ പൂച്ചക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് നോട്ടെ. അത് ചെറിയ ചിക്കൻ്റെ അല്ല കേട്ടാ, അതുള്ളൂടാ. ഇനി പെൽച്ചക്ക് വേണമെങ്കിൽ കേട്ടോ, പെൽച്ചക്ക് ചേലുണ്ടല്ലോ, അപ്പോൾ തിന്നാ. ഓക്കെ. അപ്പോൾ കൂട്ടരെ, അപ്പം നേരം വെളുത്തി നമ്മൾ വീണ്ടും പരിപാടി തുടങ്ങി. മസാലകളൊക്കെ കൂട്ടി വെച്ചു, കട്ട്ലേറ്റിലും പിന്നെ സമൂസകളിലെ മസാലകളൊക്കെ കൂട്ടി വെച്ചു. അപ്പം നമ്മൾ പരിപാടി തുടങ്ങാൻ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ അടുത്ത മറ്റേ വീട്ടിൽ കാണിക്കും, ഈ നീലാനിമിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ.